നമ്മളിന്ന് 42 സൈസിൻ്റെ ഒരു നോർമൽ ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 15.5 ഇഞ്ചാണ്. അപ്പോൾ ഇത് ബാക്ക് പോർഷനാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. 15.5യുടെ കൂടെ 1 ഇഞ്ചും കൂടെ ചേർത്ത് 16.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത മാർക്ക് ചെയ്യുന്നത് ഷോൾഡറാണ്. ഷോൾഡർ വന്നിട്ട് 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളും 6.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഷോൾഡർ എത്രയാണോ എടുക്കുന്നത് അതായിരിക്കും മിക്കവാറും ആം ഹോൾ വരുന്നത് കേട്ടോ. ആറര ഇഞ്ചിൽ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അടുത്തത് നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചെസ്റ്റ് അളവിൻ്റെ കൂടെ ലൂസൊന്നും ആഡ് ചെയ്യാറില്ല. നമുക്ക് 42 ചെസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10.5 കിട്ടുന്നത്. അപ്പോൾ ആ 10.5 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 10.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്നത് 35 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 8.25 കിട്ടുന്നത്. 8.25 മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ വരുന്നത്. ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ബാക്ക് നെക്ക് 9 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. 2.5 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുക്കുന്നത്. മുകളിലും 2.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തു. ഇതിന് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പാണ് ഞാനിവിടെ കൊടുക്കുന്നത്. സ്ക്വയർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്ക്വയർ കൊടുക്കുമ്പോൾ 1/2 ഇഞ്ച് താഴെ കുറച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. നമ്മളിപ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആം ഹോള് മാർക്ക് ചെയ്യാം. ആം ഹോളിന് 6.5 ഇഞ്ചാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. 6.5യുടെ പകുതി 3.25 മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് ആം ഹോൾ കർവ് വെച്ചതിന് ശേഷം നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ഇനി ആം ഹോൾ നമുക്കൊന്ന് അളന്ന് നോക്കാം. ഇവിടെ ആം ഹോള് 19 ഇഞ്ചാണ്. അപ്പം നമുക്ക് 9.5 ഇഞ്ചാണ് നമുക്കിവിടെ വരേണ്ടത്. 9.5 ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. വേറെ അതിന് സീം അലവൻസ് ഒന്നും വേണ്ട. കറക്റ്റ് 9.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ബാക്ക് പോർഷൻ. ഇനി ഫ്രണ്ട് നെക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 6 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അധികം ഇതൊരു നോർമൽ ഇറക്കമാണ്. കുറച്ചുകൂടെ ഇറക്കം വേണമെന്നുള്ളവർക്കൊരു 6.5 ഇഞ്ച് വരെ കൊടുക്കാറുണ്ട്. 6.5 ഇഞ്ച് മതി കേട്ടോ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ബ്ലൗസ് വല്ലാണ്ട് ഇറങ്ങി നിൽക്കും. ഇവിടെ 2.5ക്ക് പകരം ഒരു 2.25 കൊടുക്കുന്നുണ്ട്. കാരണം ഫ്രണ്ട് നെക്ക് ഇത്തിരി ഫ്രണ്ട് ഭാഗത്തിരി വിടർന്ന് നിൽക്കണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 2.25 കൊടുക്കുക. മുകളിൽ 2.5 തന്നെയാണ് കൊടുത്തിട്ടുള്ളൂ. അവിടെ നിന്ന് ചെരിച്ചിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഇവിടെ നമുക്കൊരു റൗണ്ട് ഷേപ്പ് തന്നെ കൊടുക്കാം. ഇവിടെ ആം ഹോൾ നമുക്ക് 6.5 മാർക്ക് ചെയ്യാം. ആറരയിൽ നമുക്ക് ഫ്രണ്ട് ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചെസ്റ്റ് അളവ് എടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലൊരു ടക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് ടക്കിന് നമ്മൾ അധികം കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ചെസ്റ്റ് എന്ന് പറയുന്നത് 42 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് നോർമലി വന്നത് 10.5 ഇഞ്ചാണ്. 10.5 ഇഞ്ചാണ് നമ്മൾ ബാക്കിൽ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് ഫ്രണ്ട് ഭാഗത്ത് മാത്രമായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 1 ഇഞ്ച് കേട്ടോ. അപ്പോൾ നമുക്ക് 11.5 ഇഞ്ച് വരുന്നുണ്ട്. 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു അര ഇഞ്ചും ഒരു പോയിൻറ്റും എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്കൊന്ന് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നല്ല വണ്ണമുള്ള ആളായതുകൊണ്ടാണ് 1/2 ഇഞ്ച് എടുത്തത് കേട്ടോ. ഇനി വണ്ണം കുറഞ്ഞ ആൾക്കാണെങ്കിൽ ഒരു 3/4 ഇഞ്ച് വരെ നമുക്ക് എടുക്കാം. ഇനി നമുക്കിത് ആം ഹോൾ കർവ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് വരച്ചെടുക്കാം. ഇതാണ് ഫ്രണ്ട് ആം ഹോൾ. ഈ വരയ്ക്കൂടെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചുളിഞ്ഞു നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ടക്കിൻ്റെ ലെങ്ത്താണ്. അത് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. 10.5 ചിലപ്പോൾ 11 അങ്ങനെ ഉണ്ടാവും. അത് നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുത്തതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 11 ഇഞ്ചാണ് ടക്ക് വന്നിട്ടുള്ളത്. 11 ഇഞ്ച് കേട്ടോ. ഇവിടെ എൻ്റെ ടക്ക് അകലം കൊടുക്കുന്നത് ഒരു 4.25 ഇഞ്ചാണ് ഞാൻ ടക്ക് അകലം കൊടുക്കുന്നത്. ഇവിടെ 1/2 ഇഞ്ച് നമുക്കിവിടെ പട്ടയടിക്കാനൊക്കെ ആയിട്ട് പോകും. അപ്പോൾ നമുക്കൊരു 4.25 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴത്തേക്കും ഒരു 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇനി ടക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 3.5 ഇഞ്ചാണ്. 3.5 ഇഞ്ചാണ് ടക്കിൻ്റെ ലെങ്ത്ത്. ഇനി നമുക്ക് ഈ ടക്കിൻ്റെ ഭാഗത്ത് ഈ ടക്കിൻ്റെ ഭാഗത്തും നമുക്ക് എത്രയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 10.5 നമ്മുടെ ഒറിജിനൽ ബ്രസ്റ്റ് എന്ന് പറയണത്. അപ്പോൾ 1 ഇഞ്ചും കൂടെ ലൂസ് കൊടുത്തിട്ട് 11 ഇഞ്ച് തന്നെ നമുക്കിവിടെ 11.5 ഇഞ്ച്. അപ്പോൾ നമ്മളിവിടെ ഒരു ടക്കിന് കൊടുത്തിട്ടില്ലേ, അതേ മാർക്ക് തന്നെ നമുക്കിവിടെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം കേട്ടോ. താഴത്തേക്ക് നമ്മുടെ ടക്ക് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ടക്ക് പോർഷൻ്റെ ഇവിടെയും ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ബിഗിനേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വരയ്ക്കേണ്ട ഒരു ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യണം. ഇനി നമുക്കിവിടെ വേസ്റ്റ് വരുന്നത് ഇവിടെ ഇടുന്ന ടക്കിൻ്റെ അളവ് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വരച്ച് തന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേസ്റ്റ് വരുന്നത് 8.25 ഇഞ്ചാണ് അല്ലേ? 8.25. അപ്പോൾ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 8.25 കഴിഞ്ഞിട്ട് ബാക്കി നമുക്കിവിടെ എത്രയുണ്ടെന്ന് നോക്കുക. ഇതാ 2.25 ഇഞ്ചാണ് നമുക്കിവിടെ ബാലൻസ് ഉള്ളത്. അപ്പോൾ ഈ 2.25ൻ്റെ നേർപകുതി നോക്കുക. ഇപ്പം നമുക്ക് 1.25 1 പോയിൻറ്റുമാണ് നമുക്ക് കിട്ടുക.
അതാണ് നമ്മളിവിടെ ടക്കായിട്ട് മാർക്ക് ചെയ്യുന്നത്. ചിലർ 1.5 ഇഞ്ച് 1.25 ഇഞ്ച് വണ്ണനുസരിച്ച് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ അത് അങ്ങനെയൊക്കെ എടുക്കുമ്പോഴാണ് നമുക്കിവിടെ ബ്ലൗസിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ ലൂസായി വരാറുണ്ട്. അപ്പോൾ ഈ ടക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നിന്നാൽ നമുക്ക് അങ്ങനെ ഒരു ലൂസായിട്ട് വരുന്ന ആ പ്രശ്നം ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാ ഇവിടെ 1.25 1 പോയിൻറ്റും മാത്രമേ നമുക്കിവിടെ ടക്കിന് ആവശ്യമായിട്ടുള്ളൂ. അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വരച്ചെടുക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ടക്ക്. ഇനി ഇവിടെ നമ്മളൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഈ ലൈനിൽ നിന്നാണ് നമ്മൾ 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വര എടുക്കുക. ഇങ്ങോട്ടേക്ക് വരച്ചു. ഇനി ഇവിടെ ഈ മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബ്ലൗസ് ഇപ്പോഴും ഇങ്ങനെ സ്ട്രെയിറ്റ് അല്ല, ചെറിയൊരു കർവ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മെല്ലെ ആ 1/2 ഇഞ്ചിലേക്ക് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. നല്ല ഫിനിഷിങ്ങിൽ ബ്ലൗസ് നിൽക്കും. ഒരു 1/2 ഇഞ്ചിൽ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മെയിൻ ടക്കിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ബാക്കി 3 ടക്കുകൾ നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എല്ലാം ഇതേ ഭാഗത്തേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ടാണ് ഇതാ സ്ട്രെയിറ്റ് ആയിട്ട് ടേപ്പ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ളത് ഒരു 2.5 ഇഞ്ചാണ് നമുക്ക് ടക്ക് വേണ്ടത്. 2.5 ഇഞ്ചാണ് ടക്കിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങോട്ട് നമുക്ക് ടക്കിന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്നും മുകളിലേക്കൊരു 1.5 ഇഞ്ച് കയറ്റിയതിന് ശേഷം എന്താ ഇവിടെ നിന്നും ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് ടക്കിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 1/2 ഇഞ്ച് വീതം ഇതിന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ചിൻ്റെ ടക്ക് തന്നെ വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാനായിട്ട്. എന്നാലാണ് നമുക്ക് ഇവിടെ 2 മെഷർമെൻറ്റും കറക്റ്റായിട്ട് വരുള്ളൂ. നമുക്ക് കൈയൊക്കെ അടിക്കുമ്പോഴും ഇത് ജോയിൻറ്റ് ചെയ്യുമ്പോഴും എളുപ്പമാവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ടക്ക് എന്ന് പറയുന്നത് 1 ഇഞ്ച് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ടക്കും നമ്മൾ 1 ഇഞ്ചാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് വീതം 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്കൊരു 1/4 ഇഞ്ചിൻ്റെ ടക്കാണ് ആവശ്യമുള്ളൂ. ഒരു 1/4 ഇഞ്ചാണ് നമ്മളിവിടെ ടക്കിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും കേട്ടോ. ഇതുപോലെ തന്നെ അപ്പുറത്തെ വശത്ത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. 2 സൈഡും മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇനി നമുക്കിതിന് പട്ടയും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ തുണിയൊന്നും വേസ്റ്റ് ചെയ്യേണ്ട. ഈ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ബാക്ക് ഭാഗത്ത് അടിക്കാനുള്ള പടിയായിട്ടത് യൂസ് ചെയ്യാം. ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് നമുക്ക് ഇവിടെ മടക്കി അടിക്കാനുള്ള പടിയും നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിന് വേണ്ട പട്ട കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. പട്ടയുടെ ഫ്രണ്ട് പോർഷൻ നമുക്കൊരു 4 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് വേണ്ടത് 8.25 നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ 8.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് 3.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക.
അതുപോലെ തന്നെ ഈ 8.25-ൻ്റെ പകുതി 4.25 ഒരു പോയിൻ്റ്, അവിടെ നമുക്ക് 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കർവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ പട്ട മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഓക്കെ.